നമുക്ക് വണ്ടിയില് പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലെ പുതിയൊരു ഗസ്റ്റ് ആട്ടോ. കാണിച്ചെടുത്ത വലിക്ക് അറിയാനും പറ. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. കുറെ കാലത്തിന് ശേഷം അങ്ങനെ ഫാമിലി വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ബൽക്കി എവിടെ, റിയാൻ എവിടെ, മാസി എവിടെ, എല്ലാരും ഇവിടെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. നമ്മള് കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു. നമ്മൾ കഴിച്ച ബാംഗ്ലൂർ അവിടെ ഒക്കെ പോയിരുന്നു, വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം നമ്മൾ പേഴ്സണൽ കാര്യങ്ങളാണ് വീഡിയോ എടുക്കായിരുന്നത്. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് കൊച്ചിയിലുണ്ട്. അപ്പോൾ ഇന്ന് ഇവരിപ്പം കൊച്ചിയിലേക്ക് വന്നു. ഇവിടെ എനിക്കൊരു പരിപാടി ഉണ്ട്, അതാണ് ഞാൻ കൊച്ചിയിൽ വന്നത്. അപ്പോൾ ഇവരെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. നമ്മളിത് നമ്മുടെ പറക്കുന്ന കളിക്കലുള്ളത്. പിന്നെ പറക്കുന്ന കളിൻ്റെ RC ഇപ്പോൾ തീരാറായി. അതുകൊണ്ട് തന്നെ നമുക്കിനി അധിക കാലം ഈ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ പറ്റില്ല. സോ അതുവരെ നമ്മൾ ഈ വണ്ടിയിൽ തന്നെ ഒന്ന് എൻജോയ് ചെയ്യുന്ന വെച്ചിട്ടോ. ഓക്കെ, നമ്മുടെ കൂടെ മരുമക്കൾ 2 പേരുണ്ട്. ആസിഫ് ആൻഡ് സൈഫ് ഉണ്ട്. റേന മോനെ വ്ളോഗ് പറ, എന്താ പറയണ്ടേ പറ. റേയാനൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ വേൾഡ് ട്രിപ്പെല്ലാം പോകുമ്പോ കുഞ്ഞു മോനായിരുന്നു, ഇപ്പം വലിയ മോനായി, വളർന്നിട്ട് വലിയ മോനെ അറിയാനല്ലോ. നമ്മളെപ്പോഴും ഫസ്റ്റ് ഡേ പോണത് ലുലു മാളിൽ. എന്തിനാ പോണേ? യെസ്, ഇപ്പൊ നമ്മൾ ഷോപ്പിങ്ങിനാണ് പോകുന്നത് ലുലു മാളിലേക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെവി ഷോപ്പിംഗ് കേട്ടോ. കാണിച്ചത് മാത്രല്ല, നമ്മൾ ഷാൻതാദനും കൂട്ടുന്നുണ്ട്. പിന്നെ ഷാൻതാദന്റെ ഫേവറേറ്റ് കുട്ടി ഇവിടെ ഉണ്ട്. ഫേവറേറ്റ് കുട്ടിയല്ല, ഡോള്. അതെന്റെ ബ്രദറിന്റെ വൈഫിന്റെ ഡോള് പുറകിൽ കേട്ടോ. അവർ കൂട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏതായാലും വിടാം നേരെ ലുലു മാളിലേക്ക്. നമ്മള് നുള്ളുമാളിൽ പോകും, എന്നിട്ട് നമ്മള് വേറെ സ്ഥലത്ത് വെച്ച് നേരെ തിരിച്ചാണ് നമ്മള്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ തന്നെ നിൽക്കുന്നത് ഒരു വീടാണ്. നമ്മൾ അന്ന് ഇവിടേക്ക് വന്നത്. അങ്ങനെ പപ്പയാണെങ്കിൽ അവരെ കുറിച്ചൊരു വീഡിയോ എടുത്തിന് അന്ന് കഴിക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ കൊച്ചിയിലെ ട്രാഫിക്കിലേക്ക് കൂടി ഇങ്ങനെ മന്ദം പോകുകയാണ്. ഞാൻ വളരെ പതുക്കെയാണ് പോണത്, വളരെ പതുക്കെ വെച്ചാൽ വളരെ സ്ലോയിൽ. ഞാൻ ഒരു 20-40 സ്പീഡിലാണ് പോണത്, ഓവർ സ്പീഡ് എടുക്കുന്നില്ല. പിന്നെ നമ്മുടെ വണ്ടിയുടെ RC ഈ ഒരു 3-4 മാസം കൊണ്ട് തീരും. മാർച്ചിലേക്ക് ഇതിൻ്റെ ടാക്സും തീരും. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ പാർട്സൊക്കെ സെയിൽ ചെയ്തിട്ട് പാർട്സ് കംപ്ലീറ്റ് സെയിൽ ചെയ്തിട്ട് പിന്നെ വേറെ വണ്ടി എടുത്തിട്ട് വേൾഡ് ട്രിപ്പ് പോകാൻ തരുന്നത്. ഈ വണ്ടി സ്റ്റോക്ക് മോഡാക്കിയിട്ട് വീട്ടിൽ ഡുപ്പാ കൊടുക്കണം. പക്ഷെ എനിക്ക് വേറെ ഈ ഒരു ഫീൽ നമുക്ക് വേറെ വണ്ടി കിട്ടുന്നില്ല. അപ്പം ഞാൻ ഈ വണ്ടി കയറിയപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു ഡബിൾ മൈൻഡ് വന്നു. ഞാൻ അങ്ങനെ നമ്മളെ ഒരു സുഹൃത്തെ RTOനെ വിളിച്ചു, അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തു. അപ്പം പുള്ളി പറഞ്ഞത് നമുക്ക് RC എക്സ്പയർ വന്ന് 2 മാസം മുന്നേ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം അത് നമ്മൾ ആ ഒരു ഓപ്ഷൻ നോക്കുന്നുണ്ട്. പിന്നെ ഐത്തിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ഇതിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഇറക്കി സ്റ്റോക്ക് മോഡാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേൾഡ് ട്രിപ്പിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അവിടെ സംസാരിച്ചിട്ട് ഇപ്രാവശ്യം ലീഗലി എന്തെങ്കിലും ഓപ്ഷൻ ഞാൻ നോക്കുന്നുണ്ട്. നിയമപരമായിട്ട് നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമോ എന്ന രീതിയിൽ ഞാൻ നോക്കുന്നുണ്ട്. ഫുള്ളി ലീഗൽ മോഡിഫിക്കേഷൻ്റെ കൺസെപ്റ്റ് കേട്ടോ. നമുക്ക് വണ്ടിയിൽ പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലെ പുതിയൊരു ഗസ്റ്റ് ആട്ടോ. കാണിച്ചെടുത്ത വലിക്ക് അറിയാനും പറ. ആരാത്? ഓക്കെ, അത് പേടിച്ചു പോയിട്ടുണ്ടാവും. പാത്തിനെ പരിചയപ്പെടുത്തി അറിയാനേ. ആരാ പാത്തു വരാന്ന്? നമ്മളുടെ കുഞ്ഞനിയത്തി, നമ്മളെ രണ്ടാളിയോ നമ്മളെ രണ്ടാളിയോ പാത്തു ആക്ച്വലി എന്റെ അനിയന്റെ കുട്ടിയാണ്. നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് പെൺകുട്ടി കേട്ടോ. പക്ഷെ നമ്മളെ ഫാമിലിയിൽ ഇപ്പൊ ഈ വണ്ടി കണ്ടോ, ഈ വണ്ടിയിൽ നമ്മളെ കുടുംബത്തിലെ എല്ലാ പുതിയ തലമുറയുണ്ട്. ഇപ്പൊ അങ്ങനെ 2 മക്കള് ബോയ്സ് ആണ്, എന്റെ കുട്ടികൾ ബോയ്സ് ആണ്. അപ്പൊ ബ്രദറിന്റെ ഫസ്റ്റ് കുട്ടി ഗേൾ കേട്ടോ. അപ്പൊ നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് ഫീമെയിൽ ആണ്, ഫസ്റ്റ് ബേബി ഗേൾ. അതാണ് പാത്തു. അഹങ്കാരം പാത്തുവിനുണ്ട് കുറച്ച്. പാത്തു ചെറുതായിട്ട് ഇതടിക്കും. ഭയങ്കര സാധനം ഓൾ ചിരിക്കലുണ്ട്. വെറുതെ അല്ല ചിരിക്കുന്നത്, നീ പാടി. കുഞ്ഞുട്ടി പാത്തിന്റെ വീട്ടിൽ നമ്മളെ കുഞ്ഞു പാത്തു നമ്മളെ ആരാ നിങ്ങളെ പാത്തു ഇങ്ങനെ പാടുന്നില്ല. ഡൗട്ടൊന്നും വേണ്ട. ഞാനാണ്
കാത്തുവല്ല പാത്തു കേട്ടോ മതി കാത്തുവാ ആയി കഴിഞ്ഞ് തന്റെ ഉമ്മ തന്റെ ഉമ്മ ഒരു ആനിമലാന്ന് മൃഗം ബ്രിങ്ക നമ്മളെങ്ങോട്ട് പോന്ന പാത്തു പാത്തു ഇങ്ങോട്ട് നോക്കേ എങ്ങോട്ട് പോന്നേ പാത്തു മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ പാട്ട് പാടുന്ന റയാൻ പാട്ട് പാട് റയാനെ റയാന് പണ്ടത്തെ പോലെടാ റയാന് ഭയങ്കര സിംഗർ ആണ് ഇപ്പം ഭയങ്കര സിംഗർ റയാനാണ് കുറെ കോമഡി പറയും കുറെ തകൊക്കെ വിനാഗിരി ലാസ്റ്റ് പറഞ്ഞിട്ടോ പിന്നെ നമ്മൾ എങ്ങനെ മാങ്ങ ഉപ്പിലിടാം അല്ല മാങ്ങ അച്ചാണ് ഇതാണ് റയാൻ ഇത്ര സമയം നിങ്ങൾക്ക് ഗാനത്തിന് ടൂറ് പക്ഷെ കറക്റ്റ് ആട്ടോ അവനൊരു മ്യൂസിക് ഡയറക്ടർ അറിയില്ല ടൂണ് കറക്റ്റ് ലിറിക്സ് എല്ലാം തെലുങ്കു ഏത് ഭാഷ ഉണ്ടോ നീ ഭാവിയിൽ വലുതാൻ എന്താവുക എഞ്ചിനീയർ എഞ്ചിനീയർ മാസം എഞ്ചിനീയർ നീ എന്താവുക അത് engineer. നീ ആരാ വലുതായ നീ ആരാവുക പോലീസ്മാൻ ആവാ എഞ്ചിനീയർ ആവും പിന്നെ നീ സിംഗർ ആയിക്കോ നല്ല ബ്ലോക്കാട്ടോ നല്ല ഹെവി കട്ട ബ്ലോക്കാണ് പിന്നെ പല സ്ഥലത്ത് ബ്ലോക്ക് കാണുകൊണ്ട് ഈ ബ്ലോക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല അതെ പത്തുന്റെ ബ്ലോക്ക് എടുത്തോ പാത്തു ബ്ലോക്ക് എങ്ങനെയുണ്ട് എല്ലാവർക്കും കൂടിയിട്ട് ഒരു പാത്തു ബ്ലോക്ക് എങ്ങനെയുണ്ട് ബ്ലോക്ക് അടിപൊളി It's very nice. പപ്പയാണ് മീശ തന്നെ തിരിച്ച് പാത്തു ഇങ്ങോട്ടേക്ക് എന്നിട്ടൊന്ന് ചിരിച്ച് അത് ചിരിക്ക് ഓക്കെ നമ്മൾ മാരിറ്റിന് മുമ്പിൽ കേട്ടോ മാരിറ്റിന് മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതാ എവിടെ പോണേ യൂസഫലിക്ക് ഈ വീട് കാണുന്നെങ്കിൽ ഇവനിക്ക് എന്തെങ്കിലും കൊടുക്കണേ ഇവൻ ലുലു മാൾ എന്ന് ഉറക്കത്തിലൊരു പറയുന്നൊരു വ്യക്തി കേട്ടോ ലുലുവിന്റെ പേര് മാറ്റി ലുലു നാക്കിയാൽ അത്രയും സന്തോഷം എന്താ പറയാനല്ലേ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് എത്തുമ്പോൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തേനെ ഒരു ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ എവിടെ പോണേ ഓക്കെ നമ്മൾ ബഗ്ഗിക്കാണ് വെയിറ്റ് ചെയ്യുന്നത് റിയാന് കഴിഞ്ഞ പ്രാവശ്യം ബഗ്ഗി ഓടിക്കുന്ന വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു ഇപ്രാവശ്യം നമുക്ക് നോക്കാം റിയാൻ ഓടിക്കാൻ പറ്റുമോ ഞാൻ ഓടിക്കും ഈ പ്രാവശ്യം അങ്ങനെ നമ്മളിപ്പോൾ ലുലു മാൾ എക്സ്പ്രസ്സിലാണ് കയറിയിട്ടുള്ളത് ലുലു മാൾ എക്സ്പ്രസ് ഭയങ്കര ഫേമസ് ആണ് മാരിറ്റിന് താമസിക്കുന്ന ആൾക്കാർക്ക് ലുലുവിലേക്ക് പോകാൻ വേണ്ടി ഇറക്കിയ ഒരു എക്സ്പ്രസ് ആണ് ലുലു മാൾ എക്സ്പ്രസ് അപ്പോൾ റിയാൻ കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ചിരുന്നു ഇപ്രാവശ്യം റിയാൻ ഓടിക്കാൻ ഓപ്ഷൻ ഇല്ല ഇത് കുഞ്ഞി എക്സ്പ്രസ് ആണ് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ നമ്മൾ ഫോർച്യൂണർ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നുണ്ട് ഫോർച്യൂണർ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് ഈ വണ്ടിയുണ്ടോ B999 ഇതൊക്കെ മാർക്കോ മൂവിയിലുള്ള പിന്നെ വണ്ടിയിലുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കോൻ്റെ റിവ്യൂ ഇട്ടിരുന്നു സംഭവം ജെന്യൂനായിട്ട് താങ്ക് യു ജെന്യൂനായിട്ട് റിവ്യൂ കേട്ടോ എനിക്ക് മൂവി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് റിവ്യൂ ആണ് ഇപ്പോൾ കുറേ ആൾക്കാർ പെയ്ഡാന്നൊക്കെ പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ഇതായിട്ട് പൈസ കൊടുത്തിട്ട് എൻ്റെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടില്ല ചെയ്യില്ല ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു മൂവിയുടെ റിവ്യൂ ഇടുന്നത് അത്രയും ജെന്യൂനായിട്ട് ഇട്ടതാണ് പക്ഷേങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓൾമോസ്റ്റ് 2.8 മില്യൻ്റെ മുകളിലൊക്കെ റീച്ച് ചെയ്ത് നല്ല അടിപൊളി റീച്ച് ഓടി ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഒക്കെ കയറിട്ടോ പിന്നെ നമ്മൾ ടിക്ടോക്കിലൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ ടിക്ടോക്ക് ഫോളോ ചെയ്യാത്തവർ ടിക്ടോക്ക് ഫോളോ ചെയ്യുക ടിക്ടോക്കിലൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പാത്തു ആദ്യമായിട്ട് ബഗ്ഗി കയറുന്നേ പാത്തു ഫസ്റ്റ് ടൈം ആണോ ബഗ്ഗിയിൽ
ആണോ? ഞാൻ ഗോൾഫ് കളിക്കാൻ പോകുമ്പോ ആ നീ എല്ലാം ചെയ്യും മോനെ. 2 വണ്ടി വാങ്ങിയിട്ട് ഓടിക്കാൻ വരെ പറ്റാതെ മോനെ ഇപ്പൊ ഗോൾഫ് അടിക്കാൻ പോവാം. ആ റിയാൻ എങ്ങനെ ലുളു മാളിക്കേരി? റിയാനെ ലുളു മാളിക്കേരി ഫൈനലി നമ്മൾ ലുളു മാള്. എന്നാ ക്യാമറ റിയാൻ എടുത്ത് തരും പിടിച്ചോ. എനിക്ക് ബ്ലോഗ് ചെയ്യണം. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ലുലു മാളാണ്. ലുലു മാൾ സാധനങ്ങൾ മേടിക്കാൻ വരുന്നതാണ്. അപ്പൊ മോളൊരു സാധനം കളിക്കുന്ന സാധനട്ടാ. മോള് കളിക്കുന്ന സാധനം അവിടെ നമ്മൾ ഇപ്പൊ കളിക്കുന്നല്ല കേട്ടോ. നമ്മളിപ്പോ ഇപ്പൊ നമ്മള് നമ്മുടെ ഷോപ്പിംഗ് അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ വന്നേ ഇവിടെ നമ്മൾ വന്നത് ഷോപ്പിംഗ് ചെയ്യാൻ. നമുക്ക് എവിടെ പോകും നമ്മൾ തിരിച്ച് ഷെയർ ചെയ്യാൻ പോവാം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. അടുത്ത് കാണാം. ഫോട്ടോ എടുക്കാനില്ല, വീഡിയോ എടുക്കാൻ. ഹലോ ഗായ്സ്, നമ്മൾ ലുലുമാല ഷോപ്പിൽ സെൽഫി എടുക്കാൻ പറ്റൂല. അത് വീഡിയോ സ്ഥലമാണ്. ഇത് വീഡിയോ മാത്രം എടുക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത്. എന്താ എൻ്റെ സെൽഫി എടുക്കാൻ പറ്റും ഫോണിലാ ഇതുപോലത്തെ ക്യാമറ. ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ ഷോപ്പിങ്ങിലാണ്. അപ്പോൾ നമ്മൾ എവിടെയല്ലേ ലുലു ഉള്ളില് എവിടെയല്ലേ ലുലുല് ഉള്ളില് എവിടെയാ നമ്മൾ മേടിക്കുന്നത്? ഈ സ്റ്റോറില് ആദ്യം പാത്തു സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എൻ്റെ വീഡിയോയിൽ കമന്റ് ചെയ്യണം. ബൈ ബൈ. പിന്നില്ല അനക്ക് ടോയ് വാങ്ങിത്തരും. 10 മിനിറ്റ് സൈലന്റ് ആയിട്ട് മിണ്ടാണെന്ന് ടോയ് വാങ്ങിത്തരും. നീ മിണ്ടാണെന്ന് എനിക്ക് വാങ്ങിത്തരും. സൈലന്റ് ആദ്യം മിണ്ടുന്ന എനിക്ക് വാങ്ങിത്തരില്ല. നിന്നോടും ആരാ മിണ്ടിയ? നീ മിണ്ടിയില്ല? മിണ്ടിയില്ല നീ കടത്താൻ പറയില്ല അറിയാനേ. നീ മിണ്ടിയില്ല പിന്നെ ഇപ്പൊ നീ മിണ്ടിക്കൊടുക്കുന്നതോ? മിണ്ടുന്നുണ്ട് നീ ഇപ്പോ? എന്തേ നീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങിയാൽ ഒരുപാട് സാധനങ്ങൾ ഇടുമ്പോ കിട്ടും. എന്നാ പിടിച്ചോ, ക്യാമറ പിടിച്ചോ, എനിക്കിങ്ങനെ പിടിച്ചോ, എന്നിട്ട് സംസാരിച്ചോണ്ട് പോടി. എന്നാ കാണണോ? അതാണോ ഞാൻ പപ്പാനെ കാണില്ലല്ലോ. നമ്മൾ ഷോപ്പിങ്ങിലും കഴിഞ്ഞ് തിരിച്ചത് നമ്മുടെ മൈരട്ട് മുമ്പിലെത്തി. പ്യൂമേൻ്റെ ഒരു 3-4 ഷൂസ് വാങ്ങി. ഇവർക്ക് ഒരുപാട് ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി. പിന്നെ നമ്മൾ അവിടുത്തെ ബിരിയാണി. മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ഷോപ്പിങ്ങിൻ്റെ ദിവസമാണ്. ഒരു 19,000 രൂപയുടെ ഷോപ്പിംഗ് നടന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഫാമിലിക്ക് കൊണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളെ കണക്ക് നോക്കല്ല കേട്ടോ. പക്ഷെ എന്നിട്ട് കഴിഞ്ഞിട്ടില്ല, ഡ്രസ്സ് എടുത്തിട്ടില്ല. കാരണം ലുലുവിൽ ടു ബി ഓണസ്റ്റ് ലുലുവിലെ ഡ്രസ്സൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ. ഓക്കെ, ഓപ്പണായിട്ട് പറയാം.
അവിടെ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കമ്പയറിങ് ടു അതർ ബ്രാൻഡ് ലുലുലു കയറി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ്. ലോകത്ത് ഇതുവരായിട്ട് കേട്ട് കഴിയുമ്പോൾ കുറേ ബ്രാൻഡുകൾ അതിനകത്തുള്ളത്. ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് പറയാം. ഇത് നാട്ടിൽ തന്നെ ഏതൊക്കെയോ ബ്രാൻഡുകളാണ് അനാവശ്യമായിട്ട് റേറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കിഡ്സിൻ്റെ ഡ്രസ്സാണെങ്കിലും 1.6 1.7 1600 1700 ലുലുലു പ്രൈസ്. അത് ഒരു സാധാരണക്കാർക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 500 മുതൽ 1000 റേറ്റിലുള്ള സാധനങ്ങളൊക്കെ വെക്കണമായിരുന്നു. കാരണം അത്രയേ ഉള്ളൂ അതിനൊക്കെ കോസ്റ്റ് വരുന്നത്. കോസ്റ്റ് വളരെ ചെറിയ കോസ്റ്റാണ് വരുന്നത്. അപ്പോൾ ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇവർ വെറുതെ അടിച്ച് റേറ്റ് കൊടുക്കുന്നത്. പിന്നെ ലുലുമാളിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലുലുമാളിൻ്റെ അകത്ത് ഒരു സാധാരണക്കാരൻ കയറിയിട്ട് മാള് കണ്ട് വരാമെന്ന് പറയുമ്പോഴും ഭയങ്കര കുഴപ്പമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം ഇപ്പം ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേറൊരു മാളിൽ പോയിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയുള്ള പ്ലാനാണ്. കാരണം നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡുകളുണ്ട്. ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡുകൾ ലുലുമാളിലില്ല. അപ്പോൾ നമ്മൾ പുറത്ത് ഔട്ട്ലെറ്റ്സിലേക്കാണ് പോണത്. ഷൂസ് നമ്മൾ ബ്രാൻഡഡ് ഷൂസ് എടുക്കുക. നമ്മൾ സ്കെച്ചേഴ്സ് ആയിരുന്നു എടുക്കുക. സ്കെച്ചേഴ്സ് ഇപ്പം ഇത്തവണ റയാനിക്ക് മാത്രമേ കിട്ടില്ല. സ്കെച്ചേഴ്സ് അല്ലേ വേറെ ആരും കിട്ടിയിട്ടില്ല. മാസിക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്യൂമെ കയറിയിട്ട് വാങ്ങിയിട്ട് പ്യൂമയിലെ കുഴപ്പമില്ലാത്തൊരു ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ മാരിയിട്ട് സമയം 6:30 മണിയായി. ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്ത ഷോറൂമിലേക്ക്. റയാന, ലുലു മാളിൽ പോയിട്ട് എന്താണ് പറയാനുള്ളത്? റയാനെ കാണാണ്ടായി. എത്ര മണിക്കൂർ കാണണ്ടായി? 3 10 20 മണി 100 പ്രാവശ്യം ഞാൻ ഓട്ടത്തോടാണ്. ഞാൻ ലാസ്റ്റ് ഇവനെ കണ്ടിട്ട് അരമണിക്കൂർ കാണുന്നില്ല. അപ്പോൾ ഞാൻ അതിന്റെ മാനേജ്മെന്റിനൊക്കെ വിളിച്ചാണ്. ഞാൻ വിളിച്ചു, അങ്ങ് തലപ്പത്തൊക്കെ വിളിച്ചു. അവൻ എൻ്റെ മോനെ കാണുന്നില്ലോ. ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് നോക്കുമ്പോൾ വലിക്കുക പറഞ്ഞ് കിട്ടി. ഗെയിമിംഗ് എവിടെ നിട്ടത്? എന്ത് കുരുത്തക്കാട് ഇവ? പാത്തു കൊടുത്തു. ഉറങ്ങല പാത്തു ഉറങ്ങിയിട്ട്. പാത്തൂര് നല്ല അടിപൊളി ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു ബ്രാൻഡ് ഉണ്ട് പുറത്ത്. അവർ 899 900 അവർ നല്ലൊരു ഡ്രസ്സ് ഉണ്ട്. പിന്നെ ലുലുവിൽ ഷൂസിൻ്റെ സെക്ഷനിൽ ഈ ബ്രാൻഡിൻ്റെ പേരെന്നറിയില്ല. അവർ 999 റുപ്യൻ്റെ കുട്ടികളുടെ ഷൂസ് ഡിസ്കൗണ്ടിലും കഴിച്ചിട്ട് 600 സംതിങ് കൊടുക്കുന്നുണ്ട്. അത് 2 രൂപ ബാക്കി കേട്ടോ. റിയാനിക്ക് 2 രൂപ വാങ്ങിയിട്ടുണ്ട്. അത് മുതലാണ്. അപ്പം ഇവിടെ നമുക്ക് നേരെ നമ്മുടെ സ്വന്തം കഫേയിലേക്ക് അവിടെ പോയിട്ട് നമുക്ക് നല്ല ജ്യൂസ് കുടിക്കാം.